എക്സാം എല്ലാം കഴിഞ്ഞു, ഹാപ്പിയാണല്ലോ. എക്സാം എല്ലാം കഴിഞ്ഞു, ഒക്കെ ആണല്ലോ അല്ലേ? എക്സാം എല്ലാം കഴിഞ്ഞു, എക്സാം ഓവർ എന്ന് പറഞ്ഞാൽ സെറ്റായിട്ട് ഇതേപോലെ നിൽക്കായിരിക്കും നിങ്ങളെന്ന് എനിക്കറിയാം. അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നല്ലത് മിസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? സോ എൻ്റെ മക്കളെ, കുട്ടിമക്കൾ അടിപൊളിയായിട്ട് എക്സാമുകളും കാര്യങ്ങളും എഴുതിയോ? അപ്പോൾ എന്തൊക്കെയാണ് ഇനി വെക്കേഷൻ പ്ലാനുകൾ അല്ലേ? വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഫുൾ ഓൺ പവർ ആയിട്ടിരിക്കാൻ പോലെ നിങ്ങൾ. അപ്പോൾ വെക്കേഷൻ അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇവിടെ ട്രിപ്പ് പോകണം എന്നൊക്കെ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. സോ മിസ് ചോദിക്കട്ടെ, നിങ്ങളുടെ വെക്കേഷൻ എവിടേക്കാണ് പോകുന്നത്, എന്തൊക്കെയാണ് ട്രിപ്പിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. മിസ് നോക്കും അടിപൊളിയായിട്ട് പോകുന്നവർ എത്ര പേരുണ്ട്, എവിടേക്കൊക്കെ പോകുന്നു, നിങ്ങളുടെ കൂടെ എനിക്കിവിടെ വരാൻ പറ്റുന്നൊക്കെ അറിയണല്ലോ. സോ വെക്കേഷൻ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ, നിങ്ങൾ 4ാം ക്ലാസ്സിൽ ഉഷാറായിട്ട് ഇപ്പൊ എന്ത് ചെയ്തു? പരീക്ഷകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന സമയമാണ്. എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ? ഇപ്പൊ നന്നായിട്ട് എഴുതിയവരുണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ച് ടഫ് ആയിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. പരീക്ഷ ഈസി ആയിരുന്നോ, ടഫ് ഉണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത വർഷത്തെ പ്ലാൻ എന്താ? നമ്മൾ ആദ്യമേ പ്ലാനുകൾ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ നമ്മുടെ ലൈഫിലെ പ്ലാനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു മുൻകൂട്ടി ഒരു പ്ലാനിങ് വേണം. അപ്പൊ എന്താണ് ഇനി അടുത്ത പ്ലാന്? ഇപ്പം നമ്മൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അടുത്ത വർഷം നിങ്ങൾ 5ാം ക്ലാസ്സിലോട്ട് കടക്കാൻ പോവാ, UP കടന്നു. നിങ്ങൾ കുഞ്ഞു മക്കളല്ല, ഇപ്പൊ കുറച്ചും കൂടെ വലുതായി. എന്താണ്, UP എത്തി, 5ാം ക്ലാസ്സിലെത്തി. കുറേ കാര്യങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പൊ 5ൽ എന്തൊക്കെയാ വ്യത്യാസം എന്ന് ചോദിച്ചാലേ, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന പല സബ്ജക്റ്റും അടുത്ത വർഷം മാറ്റമുണ്ട്. PVS എന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ പഠിച്ചത് ബേസിക് സയൻസ് ആയിട്ട് അടുത്ത വർഷം. പിന്നെ സോഷ്യൽ ഉണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ പഠിക്കാൻ തുടങ്ങുന്ന വർഷമാണ് അടുത്ത വർഷം. സോ കുറേ മാറ്റങ്ങൾ ഉണ്ട് ഇവിടെ മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത വർഷത്തിലോട്ട് നേരത്തെ പഠിച്ച് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ അല്ലെ? നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾ എങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് മാർക്കൊക്കെ വാങ്ങിച്ച് ഉഷാറായിട്ട് വരുന്ന കാണാൻ ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നില്ലേ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, 5ാം വർഷത്തിൽ കടക്കാൻ പോകുന്ന സമയത്തുള്ള മാറ്റങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സിലബസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓരോരോ വർഷം കൂടുമ്പോഴും നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കുകയാണ്. അടുത്ത വലിയ ക്ലാസ്സിൽ എത്തുന്നതിന്റെ ബേസിക് കാര്യങ്ങൾ ഇപ്പോഴേ പഠിക്കുകയാണ്. അപ്പോൾ വൈഡായിട്ടുള്ള സിലബസ് തന്നെയാണ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ളത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. റെഡി? പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും, പണ്ടത്തെ പോലെ അങ്ങനെ ഈസി പരിപാടി ഇല്ല. അപ്പോൾ പഠിച്ചാലേ ജയിക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ പാറ്റേണുകളിൽ പല രീതിയിൽ നിങ്ങളുടെ ചേച്ചിമാരോട് ഏട്ടന്മാരോട് ഒക്കെ ചോദിച്ചറിയാം, പല മാറ്റങ്ങളാണ് പരീക്ഷകൾക്കെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഉഷാറായിട്ട് പഠിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം പഠിച്ചിട്ടും കാര്യമില്ല, പരീക്ഷയ്ക്ക് അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതല്ലേ മെയിൻ കാര്യം. അപ്പോൾ ഇതിന് റിവിഷൻ ചെയ്യണം, കറക്റ്റ് ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണണം, ഓരോരോ ദിവസം നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കണം. അപ്പം നിങ്ങളുടെ സ്കൂളിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ തന്നെ എങ്ങനെ ഇരിക്കും? അപ്പം മക്കളെ, നിങ്ങൾ 4ൽ നിന്ന് 5ലോട്ട് പോകുമ്പോൾ മാറ്റങ്ങൾ ഒരുപാടുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ എൻ്റെ മക്കൾ 5ാം ക്ലാസ്സിലോട്ട് പോവുക. അപ്പം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ പൃഥ്വി ബാച്ച് ഉള്ളത്. അപ്പൊ എന്താ പൃഥ്വി ബാച്ച് ചോദിച്ചാൽ 5ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതാണ് പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ബാച്ചിനകത്തിൽ അഡ്മിഷൻസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി ചോദിച്ചാൽ ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ DPPs നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ടെസ്റ്റ് പേപ്പർ കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പരീക്ഷയുടെ പേപ്പർ എന്ന് വെച്ചാൽ പരീക്ഷകൾ നടത്തും, ഓരോരോ യൂണിറ്റിന് നടത്തും, മോഡൽ എക്സാം നടത്തും. അപ്പോൾ നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് UP കിട്ടാറില്ല. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് പേൾ വീഡിയോസിൻ്റെ ആക്സസ് കിട്ടുന്ന കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ റെക്കോർഡഡ് ആയിട്ട് ക്ലാസ് പണ്ടേ അവിടെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് നമ്മുടെ ബാച്ചിനകത്തുണ്ട് കേട്ടോ. സോ നിങ്ങൾ ആ ഒരു കാര്യം മറന്നു പോകരുത്. അപ്പോൾ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ 9994000800 എന്നുള്ള ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കോൾ ചെയ്ത് നോക്കുക, അവരോട് സംസാരിക്കുക. 2 രീതിയിൽ നിങ്ങൾക്ക് ബാച്ച് പർച്ചേസ് ചെയ്യാൻ ഇപ്രാവശ്യം ഓപ്ഷൻ ഉണ്ട്. ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി. ബേസ് പ്ലാൻ എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ബേസ് പ്ലാന്. കുറച്ചും കൂടെ ഹയർ ആയിട്ട് പേൾ വീഡിയോന്റെ ആക്സസും വരുന്ന ബാച്ചുകളുടെ ആക്സസും പിന്നെ കുറേ കഴിഞ്ഞാൽ എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ എൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബാച്ച് ഉണ്ട്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് റിവിഷനാണ്, പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ എൻഡ് ഗെയിം ബാച്ചൊക്കെ ഇപ്പം അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലർ ഉണ്ടായിരിക്കാം. അപ്പം അടുത്ത വർഷം ഇതിലും കൂടുതലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ജോയിൻ ചെയ്യാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ സെറ്റ് ആക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. എക്സാമും കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത വർഷം പുതുമയോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. സോ വെക്കേഷൻ അടിച്ച് പൊളിച്ചോ മക്കളെ. ഹാപ്പി വെക്കേഷൻ. ഉഷാറാക്കുക, സെറ്റ് ആക്കുക. അപ്പൊ മിസ്സിനോടുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം, ഞാൻ അവിടെ നോക്കും. അപ്പൊ ഹാപ്പി വെക്കേഷൻ, ഉഷാറാക്കുക.